വസ്തു വിറ്റു 1 മാസത്തിനകം പിന്നെ കല്യാണവും കഴിഞ്ഞു. സങ്കടം പറഞ്ഞാൽ സാധിച്ചേർന്ന ഭഗവാനാണ്. ശനിദശ മാറണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്താൽ ഫലം അച്ചട്ടാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എരുമേലി പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രൗദ്രഭാവത്തിലുള്ള അയ്യപ്പസ്വാമിയാണ്. പേട്ടതുള്ളൽ എന്നുള്ള ആചാരം തുടങ്ങുന്നത് ഈയൊരു ക്ഷേത്രത്തിൽ നിന്നാണ്. ശബരിമലയിൽ പോകുന്ന ഭക്തരെല്ലാം ഈയൊരു ക്ഷേത്രത്തിൽ വന്ന് പേട്ടതുള്ളി താഴെയുള്ള ശാസ്താക്ഷേത്രത്തിലും കൂടി കയറിയ ശേഷം മാത്രമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. എരുമേലിയിലെ ഈ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കൊച്ചമ്പലം എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിന്റെ മേൽശാന്തി സുനിൽ നമ്പൂതിരിയാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പം എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അല്ലേ? അപ്പൊ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം ഇവിടെ വന്ന് തൊഴാതെ അങ്ങ് കയറില്ല മല അല്ലേ? അപ്പൊ അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? പണ്ട് ഇവിടെ എരുമകൊല്ലി എന്നായിരുന്നു സ്ഥലപ്പേര്. അപ്പം ഭഗവാൻ മഹിഷിയുടെ ഉപദ്രവം സഹിക്കാതെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രകാരം മഹിഷിയെ നിഗ്രഹിക്കാൻ ഉദ്ദേശത്തോടാണ് ഭഗവാൻ ഇവിടെ വന്നത്. മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ ആ ദേശഭാഗത്തിൽ അവിടെ മഹിഷിയെ നിഗ്രഹിച്ചപ്പം തല വന്ന് അവിടെ ഒരു കുഴി വീണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് തലപ്പാറ മല അമ്പലത്തെ നേരെ മുൻവശം തന്നെ, നേരെ മുൻവശം തന്നെ തലപ്പാറമല എന്നതിന് പേരിട്ടു. അതിനുശേഷം ഭഗവാൻ ആ ദേശഭാഗത്തോടെ വന്ന് ഇവിടെ സ്ത്രീകളൊന്നിരിക്കുകയും കുറച്ചു നേരം കഴിഞ്ഞ് ആ ദേശത്തോടെ തന്നെ പേട്ടതുള്ളി കലിതുള്ളി പോകുന്ന, അതാണ് ഈ പേട്ടതുള്ളി പോവുക എന്ന് പറയുന്നത്. പേട്ടതുള്ളി പോകാന്നുള്ളത് കലിതുള്ളി താഴോട്ട് ഇറങ്ങി പോയി അവിടെ ഒരു പുഴ കാണു, ആറ് കണ്ടു. അവിടെ കുളിച്ച് ശാന്തസ്വരൂപമായിട്ട് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ പേര് അവിടെ ചെല്ലുകയും ചെയ്യും. അവിടെ ഇരിക്കുകയും രണ്ട് ക്ഷേത്രങ്ങൾ ബന്ധം ഒരേ ഭഗവാൻ രണ്ട് ഭാവത്തോടെ ഇരിക്കുന്നതാണ്. ഇവിടെ സ്വല്പം ദേശത്തോടെ ഇരിക്കുന്ന ഭാവവും അവിടെ ശാന്തസ്വരൂപമായിട്ട് തീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് താഴത്തമ്പലം. ഇത് എരുമേലി പേട്ട ദേവസ്വം എന്നാണ്, പേട്ട ശാസ്ത്ര എന്നാണ് പേര്. എല്ലാവരും ഇവിടെ വന്ന് അമ്പലത്തിൽ പോകുന്ന കന്നി അയ്യപ്പന്മാരാണ് ഇവിടെ വന്ന് കിണവെക്കുന്ന നാളികേരം ഉടച്ചും എല്ലാ കഴിവതും എല്ലാവരും ആ ഒരു ഇതിന്റെ പ്രാധാന്യത്തോടെ ഇവിടുന്ന് പേട്ടതുള്ളിയാണ് താഴോട്ട് പോകുന്നത്. പേട്ടതുള്ള ചടങ്ങ് വെച്ചാൽ ഇവിടെ ആരും പണ്ട് ബലൂണൊക്കെ തലയിൽ കെട്ടുമായിരുന്നു. ഇപ്പൊ അതില്ല. കിരീടം തലയിൽ വെക്കുക, സിന്ദൂരം അതൊക്കെ മേത്ത് തേച്ച് വെക്കുക, ശരം കോലൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അയ്യപ്പന്റെ പാട്ടും പാടി ഈ പേട്ടതുള്ളി ഡാൻസ് അങ്ങ് ആദ്യമേളത്തോടെ താഴോട്ട് പോവുകയാണ്. ഇത്ര വർഷങ്ങളായിട്ട് തിരുമേനി ശബരിമല അയ്യപ്പസ്വാമിയുടെ ഭക്തനുമാണ്, ഭഗവാനെ പൂജിക്കുന്ന ഒരാളാണ്. അപ്പം തിരുമേനിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭക്തരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും? ഞാൻ 2 വർഷം മുമ്പ് ഒരു അച്ഛനും അമ്മയും വളരെ സങ്കടത്തോടെ ഇവിടെ വന്നു. ഇവനി നമ്മുടെ മകൻ കുഞ്ഞ് സംസാരിക്കുന്നില്ല. ആ കൊച്ച് 12 വയസ്സുള്ളൂ. മലക്കുവാൻ വന്നതാണ്. സംസാരിക്കത്തില്ല. പല ആശുപത്രിയിലും പോയി, പല അമ്പലങ്ങളും പോയി വഴിപാട് കഴിച്ചു, ഒന്നും പ്രയോജനം കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ഞങ്ങൾ മകനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കെട്ടുമുറുക്കി ശബരിമലയ്ക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ നിന്ന് വളരെ വിഷമത്തോടെ അവർ ഭഗവാനെ വിളിച്ച്, അച്ഛനും അമ്മയും ഭഗവാനെ വിളിച്ച് അവിടെ ചെന്നു. 18-ാം പടി കയറി കെട്ടുമുറുക്കി, പമ്പയിൽ നിന്ന് കെട്ടുമുറുക്കി 18-ാം പടി കയറി തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടി ശരണയ്യപ്പ വിളിച്ചാണ്, അയ്യപ്പനെ വിളിച്ചുകൊണ്ടാണ് കയറിയത്. വളരെ സന്തോഷമായി. അത്രയും നാള് സംസാരിക്കായിരുന്ന കുട്ടി അയ്യപ്പസ്വാമി സംസാരിപ്പിച്ചെന്നുള്ളതാണ്. മുടങ്ങാതെ ഉണ്ട്. എല്ലാ വർഷം ശബരിമലയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരു അയ്യപ്പ ഭക്തനായി എല്ലാ വർഷം മുടങ്ങാതെ ഇപ്പോഴും ശബരിമലയിൽ പോകുന്നുണ്ട്. കഴിയുന്ന മാസപൂജയ്ക്കും അവർ പോകാറുണ്ട്. വന്ന് കണ്ട് പരിചയപ്പെട്ട അതുള്ളൂ. ആണ്. പക്ഷെ അവര് അത്രയും വലിയ ദുഃഖത്തിൽ വന്നിട്ട് ഭഗവാൻ അത് മല കയറുമ്പോ മാറ്റി കൊടുത്തു. അതാണ് അയ്യപ്പസ്വാമിയുടെ ഒരു സത്യം, ശക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും അത് നേരിട്ട് അറിഞ്ഞൊരു ആളും കൂടിയാണ്. ശബരിമലയ്ക്ക് ഒരുപാട് ഭക്തര് വരുന്നുണ്ടാവും. അപ്പം എരുമേലിയിൽ വന്നിട്ട് ഒരു ചിട്ടാവട്ടം ഉണ്ട്, അതിനുശേഷമാണ് മല കയറേണ്ടത്. അതിനെ കുറിച്ച് തിരുമേനി ഒന്ന് പറയാം. എരുമേലിയിൽ വന്നിട്ട് ആദ്യം ഇവിടെ പേട്ടയിലാണ്, പേട്ട അമ്പലത്തിനാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് തേങ്ങ അടിച്ച് പേട്ടത്തുള്ളിയാണ് താഴോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ചടങ്ങ്. അത് ഇവിടെ വന്ന് പേട്ടതുള്ളി, ഇവിടെ വന്ന് തൊഴുത് തലപ്പാറ അമ്പലത്തിൽ തൊഴുത് പേട്ടതുള്ളി തിരിച്ച് താഴെ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്ന് പോവുകയാണ് പതിവ്. അവിടുന്ന് മല കയറിയാണ്. ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം വരേണ്ടത് നമ്മുടെ ഈ ഒരു പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പൂജകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പേട്ടതുള്ളി ഇവിടെ എരുമേലി പേട്ടയ്ക്ക് അമ്പലപ്പുഴ സംഘം, ആലങ്ങാട്ട് സംഘം 2 പേരും വരും. അപ്പോൾ അമ്പലപ്പുഴ 2 സംഘങ്ങൾ,
ആദ്യം അമ്പലപ്പുഴ സംഘം വരും. സംഘം വന്നാലേ ഇവിടെ വന്ന് അവരുടെ ഗോളക അകത്ത് പൂജിച്ച് തിരികെ കൊടുത്ത് അവരുടെ പെരിയ മൂപ്പന്മാരെ പാട്ട് പാടി ഡാൻസ് കളിച്ച് താഴോട്ട് പേട്ടതുള്ളി പാട്ടും പാടി മുത്തച്ചോടും വെച്ചോണ്ട് താഴോട്ട് പോവുകയാണ് അതൊരു സീസൺ സമയത്ത്. അതാണ് ഇവിടുത്തെ അതാണ് തുടക്കം. ഉച്ച കഴിഞ്ഞ് ആലങ്ങാട്ട് സംഘവും വരും. അവരും ഇത് തന്നെ ഇതുപോലെ വന്ന് ഗോളക കൊണ്ടുവച്ച് പൂജ കഴിഞ്ഞ് ഈ നൃത്തച്ചോടുമായിട്ട് പേട്ടതുള്ളി താഴോട്ട് സംഘം വെച്ച് ഇരുപേരും ഒന്നിച്ചാണ് പമ്പയിൽ ചെന്ന് സദ്യയ്ക്ക് വേണ്ടി ശബരിമലയ്ക്ക് പോകുന്നത്. മണ്ഡലകാലത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സീസൺ മാസപ്പുഴയ്ക്കൊക്കെ ആയാലും ഇവിടെ വന്ന് എല്ലാവരും പേട്ടതുള്ളി എല്ലാവരും കഴിവില്ല ആ ഒരു മഹത്വത്തിനോട് പേട്ടതുള്ളി താഴോട്ട് പോകും. കുളി കഴിഞ്ഞ് എരുമേലി ധർമ്മശാല കയറി അവിടുന്ന് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോവുകയാണ്. ഈ രണ്ട് സംഘങ്ങളാണ് പ്രധാന അമ്പലപ്പുഴയും ആലങ്ങാട്ടും. അപ്പൊ പേട്ടതുള്ളിന് തുടക്കം കുറിക്കുന്നത് ഈ രണ്ടാൾക്കാരാണ്. അതിനുശേഷം ഭക്തന്മാരെല്ലാം കൂടെ ഡാൻസ് കളിച്ച് പോകും. ഇന്നത്തെ ചോറുമായിട്ട് പോവുക. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തർ വരാറുണ്ടല്ലേ, അവരുടെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു അമ്മ ഒന്ന് മകളുടെ കല്യാണം നടക്കുന്നില്ല, വസ്തു വിൽക്കണം, പൈസ ഇല്ല, വലിയ വിഷമത്തോടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഭഗവാന് ഗണപതി ഹോമം കഴിച്ചിട്ട് 12 ദിവസം നീരാഞ്ജനം കത്തിക്കാൻ പറഞ്ഞു. കത്തിക്കാൻ പറഞ്ഞ് 10 ദിവസമായില്ല. അതിന് മുമ്പേ വസ്തു വിറ്റു. 1 മാസത്തിനകം പിന്നെ കല്യാണവും കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് കല്യാണം നടന്നു. അപ്പൊ അവരെ കുടുംബത്തിലെ രണ്ട് കാര്യവും ഭഗവാൻ നടത്തി കൊടുത്തു. അതിന് ആദ്യം ഗണപതി ഹോമം കഴിച്ചു. 12 ദിവസം മുടങ്ങാതെ നീരാഞ്ജനം, ശാസ്ത്രാവണ നീരാഞ്ജനം കത്തിക്കാൻ പറഞ്ഞു. അതെ. അയ്യപ്പസ്വാമി നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തില് രൗദ്രഭാവത്തിലായിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ തിരുമേനിക്ക് പുള്ളിയിൽ പൂജിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും നമുക്ക് ശ്രീകോവിലിനകത്ത് ഉള്ളിൽ കയറിയാൽ നമുക്കൊരു പ്രത്യേക ഒരു ഐശ്വര്യം, ഒരു സന്തോഷം, അതൊക്കെ ഒരു ചൈതന്യം തോന്നാറുള്ളത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ എപ്പോഴും. ഭഗവാനോട് സംസാരിക്കാറുണ്ടോ? നമ്മളിങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇൻസ്പിറേഷൻ, പറയാൻ വയ്യാത്തൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. അപ്പൊ ഈ രൗദ്രഭാവത്തിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? രൗദ്രഭാവത്തിൽ ഇരിക്കും എന്നുള്ളതല്ല, നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഭക്തരെ വിളിച്ചാൽ വെളിപ്പെടുത്തുള്ള ഭഗവാനാണ്. ഇത് കാര്യം സാധിച്ചു കൊടുക്കും. നീരാഞ്ജനം എന്ന് പറയുന്നത് ശബരിമല ശാസ്താവിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വഴിപാടാണ്. അതെ. അതിനെ കുറിച്ച് എന്താന്ന് പറയാം? നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ സാധാരണ ശനി ദശ മാറാന്, ഏഴര ശനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും, കണ്ടകശനി ബുദ്ധിമുട്ടും തടസ്സങ്ങളൊക്കെ മാറാനാണ്. അപ്പം തേങ്ങ പൊട്ടിച്ച് എള്ളുകഴി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ വഴിപാട് കഴിക്കുന്നതാണ് നീരാഞ്ജനം എന്ന് പറയുന്നത്. ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് നീരാഞ്ജനം, എള്ളു പായസം. അതിലൊന്നാണ് നീരാഞ്ജനം. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നീരാഞ്ജനം, എള്ളു പായസം. അപ്പൊ ആൾക്കാർ കാര്യസാധ്യത്തിന് വേണ്ടി കാര്യസാധ്യത്തിന് സാധാരണ ശനിയാഴ്ച ചോറുമാണ്. പിന്നെ അല്ലാത്ത ഇട ദിവസങ്ങളും ചെയ്യാറുണ്ട്. കൂടുതലും ശനിയാഴ്ചയാണ്, ശനിയും ബുധനുമാണ് നീരാഞ്ജനം കത്തിക്കുന്നത്. ശനിദേശമുള്ളപ്പോഴാണ് മാറാൻ വേണ്ടി അത്രയും നാള് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്ര ദിവസം 12 മാസം, 12 ശനിയാഴ്ച മാസം, 12 ശനിയാഴ്ച, അങ്ങനെയൊക്കെയാണ് എന്റെ കണക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യം മനസ്സിൽ വിചാരിച്ച് ഇത്ര നീരാഞ്ജനം കത്തിച്ചോളാം, ഭഗവാൻ ശനിദശ മാറണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്താൽ ഫലം അച്ചട്ടാണ്. അപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ അകത്ത് കയറിയാൽ പ്രത്യേക എനർജിയാണ്. ഭഗവാനോട് ആ ഒരു സാമീപ്യം കാരണം നമുക്ക് ഐശ്വര്യവും, നമുക്ക് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല. എന്ത് വെളിപ്പെടുത്തി പറഞ്ഞെന്ത് സങ്കടം പറഞ്ഞാലും സാധിക്കുന്ന ഭഗവാനാണ് പേട്ടശാസ്താവ്. ഭഗവാനോടുള്ള പൂജിക്കാൻ വേണ്ടി ശ്രീകോവിൽ തുറന്ന് അകത്ത് കയറിയാൽ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ്. നമുക്ക് തന്നെ ഒരു സന്തോഷം, ഒരു എനർജി പവർ കൂടുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. പൂജിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഭഗവാൻ നമ്മളോട് ഓരോ ഭക്തരങ്ങളും ഓരോ കാര്യവിഷമങ്ങളും ഇത് ചെയ്താൽ മാറും എന്ന് ഭഗവാൻ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ ഇല്ലം കൊടുങ്ങൂരാണ്, കാട്ടുകുന്ന ഇല്ലം എന്നാണ് ഇല്ല പേര്. അയ്യപ്പസ്വാമിയുടെ ശബരിമല പ്രത്യേകിച്ച് വ്രതത്തിനൊരു പ്രാധാന്യം ഉണ്ടല്ലേ? 41 ദിവസം. അതെങ്ങനെയാണ് അതിന്റെ 41 ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. രാവിലെ കുളി കഴിഞ്ഞ് വെള്ളം കുടിക്കാവൂ, ആഹാരങ്ങൾ കഴിക്കാവൂ. വ്രതാനുഷ്ഠത്തോടെ തന്നെ എന്നും നാമം ചോദിച്ച് വ്രതാനുഷ്ഠത്തോടെ തന്നെ മാത്രം ശബരിമലയ്ക്ക് പോവുക. അപ്പൊ എന്താണ് ഈ വ്രതം എന്നുള്ളത്? എന്തൊക്കെയാണ് പാലിക്കേണ്ടത്? കുളിച്ചിട്ട് ആഹാരങ്ങൾ കഴിക്കാവൂ. സ്ത്രീകൾ അശുദ്ധിയായിട്ട് സമയത്ത് പോകാതിരിക്കുക. അവിടെ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുക. പച്ചക്കറി, വെജിറ്റബിൾ ആഹാരം മാത്രം കഴിക്കുക. പിന്നെ നമ്മൾ ഈ ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ദേഷ്യപ്പെടാൻ പാടില്ല, മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല, ആരും ഉപദ്രവിക്കാൻ പാടില്ല, മറ്റേ വീട്ടിൽ ചെന്ന് കിടക്കാൻ പാടില്ല, നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ കിടക്കാം. പണ്ടൊക്കെ അങ്ങനെ അതുപോലെ കൃത്യനിഷ്ഠയായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കഴിവതും ശ്രദ്ധിച്ചാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പൊ നമ്മളൊരു പൊതുവെ ഒരു ശാന്ത രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു സമാധാനത്തിൽ അങ്ങ് പോവുക. പിന്നെ മാല ഇടേണ്ടത് എപ്പോഴാണ് ശരിക്കും? ഈ 41 ദിവസം മുന്നേ ഇടണോ? 40 ദിവസം മുമ്പേ മാല ഇടണം. ഇപ്പൊ എല്ലാവരും ഈ 3 ദിവസം 4 ദിവസം മുന്നേ ഒക്കെ ആണല്ലോ ഇപ്പൊ എല്ലാവരും ഓൾറെഡി ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ടാണ്. മറ്റേ എല്ലാവരും 40 ദിവസം മുമ്പ് മാലയിട്ട് വ്രതം അനുഷ്ഠിച്ച്, തുളസിമാല വ്രതം അനുഷ്ഠിച്ച്, കഴിവതും വീട്ടിൽ തന്നെ അല്ലാതെ വെളിയിൽ ആഹാരം പാചകം ചെയ്ത് മറ്റുള്ള സമ്പർക്കമൊന്നും പാടില്ലാതെ അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറ്റം വന്നു. ശരിക്കും അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. 41 ദിവസം മുന്നേ മാല ഇടണം.
40 ദിവസം ആ സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ശരിക്കും ആ ഫലം കിട്ടുക എന്നുള്ളതാണ്. 40 ദിവസം ഏറ്റവും കുറഞ്ഞത്. ഇപ്പൊ എരുമേലി എന്ന് പറയുമ്പോൾ ഒരു നഗരം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം വണ്ടികളായി പമ്പയിലേക്ക് ശബരിമലയിലേക്ക് അങ്ങനെ പോകുന്നുണ്ടല്ലോ. പണ്ടത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് ഇവിടെ? പണ്ട് എന്ന് പറഞ്ഞാൽ എരുമേലിയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നടന്നാണ് എല്ലാവരും ശബരിമലയിൽ കൊണ്ടുവരുന്നത്. 40 വർഷത്തോളം ആയിട്ടുള്ളൂ വാഹനത്തിൽ എല്ലാവരും വണ്ടിയിൽ പോകാൻ തുടങ്ങിയിട്ട്. മറ്റേ ഇവിടെ നടന്ന് ഇവിടെ കിടന്ന് ആഹാരമൊക്കെ വെച്ച് പോകുന്നവയ്ക്കെല്ലാം നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇപ്പം വികസിച്ചു. തിരുമേനി ഇപ്പം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി കാണുമല്ലോ ഇപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. തിരുമേനിയുടെ ജീവിതത്തിൽ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ നമ്മൾ എന്തൊരു ആവശ്യം പറഞ്ഞാലും സങ്കടം പറഞ്ഞാൽ സാധിച്ചേരുന്ന ഭഗവാനാണ് അയ്യപ്പസ്വാമി. അപ്പൊ ഇത്ര വർഷമായി തിരുമേനി ഇവിടെ ഭഗവാന്റെ കൂടെ തന്നെയാണ്. ഒരുപാട് ഭക്തർ വരുന്നുണ്ട്. ഭക്തരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ വർഷവും എരുമേലി വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ശബരിമലയ്ക്ക് പോവുക, കഴിവതും പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ പുതിയ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.